ഏത്തി ഉമ്മറത്തെ വാതിലും നടക്കിയോ? ഒരു സാധനം ഉണ്ട് കാണിച്ചു തരാം. അടച്ചോ? ആ ചുരിദാറ് അതിലടച്ചില്ലേ? ആ കുട്ടനെ ഓളും കൂടിയിട്ട് എനിക്ക് ഇപ്രാവശ്യം ഓണത്തിന് ഇതാ വാങ്ങി തന്നത്. ഞാനും പിന്നെ തന്നെ മതി വിചാരിച്ചു. എനിക്ക് എന്ത് ഇഷ്ടമുള്ള ഡ്രസ്സ് എടുത്തേക്ക് അറിയണല്ലേ. പക്ഷെ മൂപ്പർക്ക് ഇഷ്ടേ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇടാറുണ്ടായിരുന്നില്ല. സാരി ഉടുത്ത് കാണണം, സാരി ഉടുത്താൽ മതി, സാരി ഉടുത്താൽ അത് നരച്ച് കുറച്ച കളറ് മൂപ്പർക്ക് ഇഷ്ടമുണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് അതൊക്കെ എടുത്തിട്ട് പിന്നെ നോക്കിയിരുന്ന പോലെ അതും ഇല്ല. ആരില്ലല്ലോ അവിടെ ഒന്നും. അവിടെ എന്നെ കുറെ നിർബന്ധിച്ചു എന്നിട്ട് അമ്പലത്തിൽ പോവാന്നൊക്കെ. എനിക്ക് അതെന്തോ ഒരു മടി ഇങ്ങനെ പോവാനൊക്കെ. ഇനി മെല്ലെ മെല്ലെ പോയി തുടങ്ങണം. രസമുണ്ട് എനിക്ക്. എനിക്ക് എടുത്തിങ്ങോട് പറഞ്ഞൊരു സമാധാനം. കുടിക്ക്. ഞാൻ ഇപ്പൊ ഇന്നും വൈകുന്നേരം ചായ കുടിക്കും. മറ്റേ വൈകുന്നേരം ആകുമ്പോ ഒരാളലാണ്. എങ്ങനെയാ വരിക, ആരെങ്കിലും എടുത്തിട്ട് കൊണ്ടുവരുമോ, അതോ എവിടെയെങ്കിലും വീണ് നടക്കുന്നുണ്ടാവോ, അങ്ങനെ ഓരോന്ന്. ഇപ്പൊ പിന്നെ ഇപ്രാവശ്യം ഓണത്തിന് സദ്യ വേണ്ടാന്ന് കുട്ടികൾ പറഞ്ഞ എന്തോ ഓർഡർ ചെയ്യാത്രേ. അപ്പൊ ഒക്കെ കിട്ടുന്നു. പായസം അടക്കം വരുത്രേ. പായസം ഞാൻ എന്തായാലും ഇവിടെ വെക്കാന്ന് വെച്ചിട്ടുണ്ട്. മുമ്പും ഓണത്തിനും വിഷുവിനും സംക്രാന്തിക്കൊക്കെ സദ്യ ഉണ്ടാവും. എന്നിട്ടെന്താ കുടിച്ച് ലക്കില്ലാതെ ഉച്ചയ്ക്ക് വരും. അതിന്റെ മീതെ പോയി തന്നെ ഛർദിക്കും ചിലപ്പോ. ഞാനിതൊക്കെ വൃത്തിയാക്കി 6-7 മണിയാവും എല്ലാവരും ഒന്ന് ഭക്ഷണം കഴിച്ചിരുത്താൻ. എടുത്ത് രാത്രി ചപ്പാത്തി പോരെ ചോറാക്കണം. ആരാ? അവനായിരിക്കും ചിലപ്പോ. ഞാൻ പേടിച്ചു പോയി. ചുരിദാറൊക്കെ ഇട്ടിട്ടേ പോയോ ആളെ പേടിപ്പിച്ച്. ആയി എത്ര ബുക്കാടാ. ക്യാ അയ്യോ എനിക്ക് എന്ത് ഇഷ്ടം അറിയോ വായിക്കാൻ. എടുത്തി നോക്ക്. പണ്ട് ഓർമ്മ ഉണ്ടാ എനിക്ക് എംടിയുടെ 4 കെട്ട് എഴുതി കൊണ്ടു തന്നിട്ട് എന്റെ അച്ഛൻ ആ ദേഷ്യത്തിന് അതിന്റെ നടുപ്പേജ് കീറി എന്റെ മുമ്പിൽ വെച്ചിട്ട് അതിൽ അച്ചാർ ഒഴിച്ചു വെച്ചിട്ട് കള്ളു കുടിച്ചു. പിന്നെ ഞാൻ ബുക്ക് വായിച്ചിട്ടില്ല. വെറുതെ എന്തിനാ അക്ഷരം കീറിന് വെച്ചിട്ട്.